1970-കളുടെ അന്ത്യത്തിൽ മലയാള സിനിമയിൽ തരംഗം സൃഷ്ടിച്ച നടനാണ് രവികുമാർ. രവികുമാർ മലയാള സിനിമയിൽ ഒരു തരംഗമായി കടന്നു വന്നു. രവികുമാറിൻ്റെ റൊമാൻറ്റിക് വേഷങ്ങളും ആക്ഷൻ ഹീറോ വേഷങ്ങളും ഒക്കെ മലയാളികൾക്ക് പ്രിയങ്കരമായി മാറി. രവികുമാറിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി. അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരുന്നത് സംഗീത സംവിധായകൻ, പിൽക്കാലത്ത് സംഗീത സംവിധായകനായി മാറിയ, സംഗീത സംവിധാനത്തിൽ കൊടുമുടികൾ താണ്ടിയ രവീന്ദ്രനായിരുന്നു. രവീന്ദ്രൻ തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, രവികുമാറായിരുന്നു തനിക്ക് ഭക്ഷണം നൽകിയിരുന്നത് എന്ന്. സംഗീതത്തോടുള്ള താല്പര്യം അതിർവരമ്പ് കടന്നപ്പോൾ രവീന്ദ്രൻ മദ്രാസിലെത്തി. പക്ഷേ അവസരങ്ങളൊന്നും ലഭിച്ചില്ല. അവസരങ്ങൾ ലഭിക്കാതെ രവീന്ദ്രൻ വലിയ ഒരു പ്രതിസന്ധിയിൽ ആയി. പിന്നീട് രവീന്ദ്രൻ അക്കാലത്തെ ഏറ്റവും തിരക്കുള്ള നടനായ രവികുമാറിന് വേണ്ടി ശബ്ദം നൽകി. രവികുമാർ ഒരു വർഷത്തിൽ 25-ലേറെ പടങ്ങളിൽ നായകനായും ഉപനായകനായും അഭിനയിച്ചു കൊണ്ടിരുന്ന കാലം. ആ കാലത്ത് രവീന്ദ്രൻ്റെ ശബ്ദമായിരുന്നു രവികുമാറിന് ലഭിച്ചത്, അല്ലെങ്കിൽ രവികുമാറിനെ അനുഗ്രഹിച്ചത്. രവികുമാർ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണ് പിന്നീട് മലയാള സിനിമ കണ്ടത്. അതിന് പ്രധാന കാരണക്കാരി സുമിത്ര എന്ന നടിയാണ്. രവികുമാറും സുമിത്രയും തമ്മിൽ പ്രണയത്തിലായി. നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിലൂടെ കേരളത്തിൽ തരംഗം സൃഷ്ടിച്ച സുമിത്ര രവികുമാറുമായി പ്രണയത്തിലായപ്പോൾ അക്കാലത്തെ സിനിമാ മാധ്യമങ്ങൾ, സിനിമാ വാരികകളും സിനിമാ മാസികകളും ഒക്കെ എഴുതി. അക്കാലത്ത് സിനിമാ വാരികകളും മാസികകളും ഒക്കെ അല്ലേ ഉള്ളൂ. അവർ എഴുതി, ഇത് പുതിയ താര ജോഡികളുടെ കുടുംബ ജീവിതം. ആ താര ജോഡികളുടെ കുടുംബ ജീവിതം സന്തുഷ്ടമാകട്ടെ, അല്ലാതെ വലിയ ഗോസിപ്പുകളൊന്നും ഇരുവരും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി എഴുതാൻ സിനിമാ വാരികകളും സിനിമാ മാസികകളും ഒന്നും തയ്യാറായില്ല. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള സിനിമാ വാരിക നാനയായിരുന്നു. അതുവരെ നിലനിന്നിരുന്ന സൈദ്ധാന്തിക വശങ്ങളെ, അല്ലെങ്കിൽ സിനിമയുടെ കമേഴ്സ്യൽ ചേരുവകളെ ഒക്കെ മാറ്റിമറിച്ചു നാന. ഗോസിപ്പുകളും അല്ലാതെ സിനിമയുടെ തിരക്കഥകളും ഒക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പുതിയൊരു സംസ്കാരത്തിന് നാന തുടക്കം കുറിച്ചു. മറ്റൊന്ന് കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിരുന്ന സിനിമാ മാസികയായിരുന്നു. നടരാജൻ എന്ന വ്യക്തിയായിരുന്നു ആ സിനിമാ മാസികയുടെ മദ്രാസ് ലേഖകൻ. ഈ സിനിമാ മാസികയിലൂടെയാണ് രവികുമാറും സുമിത്രയും തമ്മിലുള്ള പ്രണയ കഥകൾ എരിവും പുളിവും ചേർത്ത് പ്രചരിച്ചത്. പക്ഷേ അതിന് വലിയൊരു എരിവൊന്നും ഇല്ലായിരുന്നു. ഇരുവരും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി വലിയൊരു എരിവും പുളിവും ഒന്നും ചേർക്കാനുള്ള സാധ്യതകൾ ഇല്ലായിരുന്നു. എന്തായാലും രവികുമാറും സുമിത്രയും വിവാഹിതരായി. രവികുമാർ താരമൂല്യത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന സമയം കൂടിയാണെന്നുള്ളത് ഓർക്കണം. സുമിത്ര അന്നൊരു വലിയ ഒരു താരം ആയിട്ടില്ല. നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിലൂടെ
സുമിത്ര കടന്നു വന്നു. ഒരു തരംഗ ഒരു ഒരു വലിയൊരു താര പദവിയിലേക്ക്, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് സുമിത്ര എത്തിയിട്ടില്ല. അന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ജയഭാരതിയും ഷീലയും ഒക്കെയായിരുന്നു. എന്തായാലും ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചു. അതിവേഗം വേർപിരിഞ്ഞു. സുമിത്ര രവികുമാറിനെ തേച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുമിത്രയ്ക്ക് പല കാമുകന്മാർ ഉണ്ടായിരുന്നു. രവികുമാർ അത് തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞപ്പോൾ വൈകിപ്പോയി. ഇരുവരും വേർപിരിഞ്ഞു. ഇരുവരും വേർപിരിഞ്ഞപ്പോൾ തകർന്നത് രവികുമാറായിരുന്നു. രവികുമാർ സിനിമയിൽ നിന്ന് പെട്ടെന്ന് ഔട്ടാവുന്നൊരു കാഴ്ച കണ്ടു. അദ്ദേഹം പല സിനിമകൾക്കും ഡേറ്റ് കൊടുത്ത ശേഷം അഭിനയിക്കാൻ പോയില്ല. സുമിത്ര നൽകിയ തിക്താനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിച്ചു. രവികുമാർ ഒരുപാട് കാലം മലയാള സിനിമയിൽ നിന്ന് വേർപിരിഞ്ഞു നിന്നു. പിന്നീട് ജോഷി സംവിധാനം ചെയ്ത സൈന്യം എന്ന ചിത്രത്തിൽ അദ്ദേഹം ശക്തമായൊരു വേഷം അഭിനയിച്ചു. ആ വേഷം ചെറുതാണെങ്കിലും ശക്തമായ ഒരു വേഷമായിരുന്നു, ഒരു പട്ടാളക്കാരൻ്റെ വേഷം. അതിലദ്ദേഹം സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തു എന്നുള്ളതാണ് വളരെ രസകരമായൊരു കാര്യം. കത്തി നിന്നപ്പോൾ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തില്ല. കത്തി തീർന്നപ്പോൾ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം കണ്ടെത്തി. സുമിത്ര തേച്ച ശേഷം, ഇപ്പോഴത്തെ ഭാഷയിൽ, ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ, സുമിത്ര പണി കൊടുത്ത ശേഷം രവികുമാറിൻ്റെ ജീവിതം തകർന്നു. അദ്ദേഹം സിനിമയിൽ ശ്രദ്ധിക്കാതെയായി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വഴിയിൽ സഞ്ചരിച്ചു. പിന്നീട് അദ്ദേഹം മറ്റൊരു വിവാഹം ചെയ്തു. അതിനുശേഷം സീരിയലുകളിലൊക്കെ, തമിഴ് സീരിയലുകളിലൊക്കെ അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹത്തിന് സീരിയൽ രംഗത്ത് ഒരു വലിയൊരു വിപണന മൂല്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നന്നായി മുതലാക്കി. സുമിത്ര രവികുമാറിനെ കട്ട് ചെയ്ത് രവികുമാറിനെ തേച്ചുകൊണ്ട് പുതിയ ജീവിതം തേടിപ്പോയി. സുമിത്രയുമായുള്ള വിവാഹമാണ് രവികുമാർ എന്ന സൂപ്പർ സ്റ്റാറിനെ തകർത്തത് എന്ന് നിസ്സംശയം പറയാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിയും. കാരണം ഒരു കാലത്തെ ചരിത്രം പൊളിറ്റിക്സ് കേരളയ്ക്കല്ല, സിനിമാ കേരളയ്ക്ക് കഴിയും. കാരണം ഒരു കാലത്തെ ചരിത്രം രവികുമാറിന് ഒപ്പമായിരുന്നു. അനുപല്ലവി തുടങ്ങിയ ആശീർവാദം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊക്കെ രവികുമാർ നായകനായിരുന്നു. അനുപല്ലവിയിൽ പിന്നീട് സൂപ്പർ താരമായി മാറിയ ജയൻ രവികുമാറിൻ്റെ വില്ലനുമായിരുന്നു. രവികുമാറിൻ്റെ വില്ലനായൊക്കെ അഭിനയിച്ചാണ് ജയൻ അതിവേഗം സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നത്. ഇന്ന് രവികുമാർ ഇല്ല. രവികുമാർ തൻ്റെ ജീവിതത്തിൽ എടുത്ത ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ചും സുമിത്രയുമായുള്ള പ്രണയം, വിവാഹം, അതാണ് രവികുമാറിനെ തകർത്തത്.